പ്രതിസന്ധി വന്നാൽ ആ നാടിനെ, ആ സംസ്ഥാനത്തെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളതാണ്. അത് ഭരണഘടന തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ അനുഭവം രാജ്യത്തിൻ്റെ മൊത്തം അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായതാണ്. നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അർഹമായ സഹായം ലഭിച്ചില്ല. മാത്രമല്ല, സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന രാഷ്ട്രങ്ങളെ അടക്കം നിരാശപ്പെടുത്തുമാറ് സഹായം സ്വീകരിക്കില്ല എന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളുകയും ചെയ്തു. ഇതൊരു ഭാഗം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നാടിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സംസ്ഥാനത്തിൻ്റെ വരുമാനം അത് കൃത്യമായി ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. ഈ വരുമാനത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനം ചെലവിടുന്ന സംഖ്യകൾ കണക്കാക്കിയാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനം അതുമാത്രമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു. സംസ്ഥാനവും രാജ്യവും കൂടിയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ ആകെ ചെലവിടുന്നത് മൊത്തം രാജ്യത്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ്. ആ വരുമാനം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഭ്യമാകുന്നത്. ലഭിക്കുന്ന വരുമാനത്തിൽ ഒരു ഭാഗം നിശ്ചിതമായ തോതിൽ സംസ്ഥാനത്തിന് തിരിച്ചു നൽകും. അപ്പോൾ സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം, കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം, അതിന് പുറമെ എടുക്കുന്ന കടം, ഇതെല്ലാമാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം. പക്ഷേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് സംസ്ഥാനത്തിന് കേന്ദ്രം നൽകേണ്ട വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ന്യായമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിരവധി തവണ നിവേദനങ്ങൾ നടത്തി, ഫലമുണ്ടായില്ല. പലതരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ നടന്നു, ജനങ്ങളുടെ ഇടപെടൽ നടന്നു, പ്രക്ഷോഭം നടന്നു. മന്ത്രിസഭയാകെ ജനപ്രതിനിധികളെല്ലാം കൂടി ഡൽഹിയിൽ പ്രക്ഷോഭം നടന്നതിനുണ്ടായി. രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കളടക്കം പങ്കെടുക്കുന്ന, മുഖ്യമന്ത്രിമാരടക്കം എത്തിച്ചേർന്ന ഒരു പ്രതിഷേധ പരിപാടി. പക്ഷേ ഒന്നിനും അനുകൂല പ്രതികരണം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടായില്ല. അവസാനം നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി കേരളത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വാദം കേൾക്കേണ്ടതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് വലിയ തോതിൽ വിഷമം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നിസ്സഹകരണം കാരണം നമുക്കുണ്ടായി എന്താണ് കാണാൻ സാധിക്കും.